ഇതിനെ പൊരിച്ചു തന്നാലോ നമുക്ക്. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ആലുവയിൽ പുതിയൊരു പെറ്റ് ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 ആഴ്ച മറ്റോ ആയിട്ടുള്ളൂ. അപ്പോൾ പെറ്റ്സ് ഫാക്ടറി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അവിടെ എന്തൊക്കെ പെറ്റ്സ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു കേരളവാല. Burning in me, all of the noise turned into choirs of harmony. Left me with the pieces of forever that you broke. But since you left me alone, I've been high. I've been high. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ പെറ്റ് ഷോപ്പ്. ആലുവയിൽ ഇങ്ങനൊരു പെറ്റ് ഷോപ്പ് ഇതുവരെ ഇവിടെ ആരും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഇത്രയും വലുതും വെൽ മെയിൻറ്റൈൻഡും ആയിട്ടുള്ളൊരു പെറ്റ് ഷോപ്പാണിത്. നല്ലൊരു അടിപൊളി വിശാലമായ ഷോറൂമാണ്. വിതിലിമ്പിച്ച് കിടക്കാണ്, വിതിലിമ്പിച്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുതലാളീനെ ഒന്ന് പരിചയപ്പെടാം. ബാ, ഇതാണ് നമ്മുടെ പെറ്റ്സ് ഫാക്ടറിയുടെ ഓണർ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. പറഞ്ഞു നോക്ക്, കട പേരെന്താണ്? എൻ്റെ പേര് സജാദ്. ഞങ്ങളുടെ വീട് ഇവിടെ ആലുവ തന്നെയാണ്. ഞങ്ങൾക്ക് വേറൊരു ഷോറൂമുണ്ട് മുട്ടത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആദ്യം അന്വേഷിച്ച് നടന്നിട്ട് സ്ഥലം കിട്ടാനായിട്ടാണ് ഞങ്ങൾ മുട്ടത്ത് പോയത്. ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ് ഞങ്ങളിത് ഈ കട സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മറ്റ് 2 പാർട്ട്ണർമാർ രണ്ടും സാലിഹ് തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് നാളായി ഇവിടെ നോക്കുന്ന ഒരു ഷോപ്പിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടേതായ ഒരു ഐഡിയയിൽ കിട്ടിയത് ഇപ്പോഴാണ് ഒരു ഷോപ്പിനുള്ള സ്ഥലം. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു ഷോറൂം ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയാണ്. എല്ലാവരും ബിസിനസ് മാത്രമായിട്ടല്ല ഞങ്ങൾ നോക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കിട്ടാവുന്ന ഒരു രീതിയിലേക്കാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. ആലുവയിലെ തന്നെ ഒരു മെയിൻ ഇതാണ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ്? അപ്പോൾ മെയിൻക്കാർക്ക് വീട്ടിലിങ്ങനെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ്? ഇല്ല, ഞങ്ങൾ മൊത്തം പുറത്തുനിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ഉള്ള കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞങ്ങൾക്ക് ബ്രീഡേഴ്സായിട്ട് കൂടുതലും ബ്രീഡേഴ്സാണ് ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നത്, ബേഡ്സുകളൊക്കെ. പിന്നെ ഫുഡ് ആക്സസറീസൊക്കെ ഞങ്ങൾ മുംബൈ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിനൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ഞാൻ ഒരാളെ വിട്ടുതരാം പരിചയപ്പെടാൻ. അപ്പോൾ നമ്മുടെ ഷോപ്പിലെ ഒരു സ്റ്റാഫിനെ ഒക്കെ വിട്ടു വന്നിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളും ഇതൊക്കെ പറയാനായിട്ട്, എന്തൊക്കെ ബ്രീഡുകളാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിനൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഇൻസാം. ഓക്കെ. വീട് എവിടെയാണ്? കളമശ്ശേരിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പരിചയപ്പെടാം. ബിയുടെ കോക്കട്ടി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാണ്. ഇവർ നല്ലോണം ഇണങ്ങിയതാണ് നമ്മളായിട്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു 75,000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇതിന് ഒരു 3 years അടുത്ത് ഏജ് ഉണ്ട്. കോങ്കോ ഗ്രേ പാരറ്റ്, ഇതൊരു 68,000 വരും. ഇത് ഫുള്ളി ടൈംഡാണ്. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന പാരറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് പാരറ്റാണ് ഇത്. കോങ്കോ ഗ്രേ പാരറ്റ് ചിക്സ് ആണ്. ഒരു 90 days ഏജ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഹാൻഡ് ഫീഡിങ് ആണ്. ഒരു 68 തന്നെ വരുന്നുണ്ട് ഇതിന്.
ഹെഡ് ജോഗാണ് ഒരു മുള്ളമ്പന്നിയുടെ ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ് ഒരു ഹെഡ് ജോഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ആൽബിനോ ഹെഡ് ജോഗാണ്. 14,000 ആ റേഞ്ച് തന്നെയുണ്ട്. ഡ്വാർഫ് ഹാംസ്റ്ററാണ് ഇവർ. ഹാംസ്റ്റേഴ്സിലെ ഏറ്റവും ചെറിയ ടൈപ്പ്. ഇവർ 1,600 വരും പെയർ. ജെൻഡേ കുന്നൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സാണ്. ഇവർ വന്നതൊരു 10,000 വരും പീസ്. ഇത് നമ്മുടെ ടർക്കി കോഴിയാണ്. ഇവർ വലുതാവുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. സൺകൊന്നൂർ ടേംഡ് പേഴ്സാണ് ഇവർ. ഇത് വന്നത് ഒരു 35,000 ആ റേഞ്ച് വരും. ഇത് ലവ് ബേർഡ്സിൽ തന്നെ സ്പ്രാങ്കിൾ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാണ്. ഒരു 1,000 വരും പെയർ. കോക്കറ്റീൽസാണ്. ഇവർ വന്നത് ഒരു 4,200 ആ റേഞ്ചൊക്കെ വരും പെയർ. അത് 3 വെറൈറ്റി ബേർഡ്സ് കിടപ്പുണ്ട്. ഒരെണ്ണം ഇത് കിടക്കുന്നത് ഗ്രീൻ ചീക്കൊന്നൂറാണ്. ഇവർ ഫുള്ളി ടൈംഡാണ്. ഗ്രീൻ ചീക്കൊന്നൂറ് 5,500 വരും. ഇവർ 3 ഗ്രീൻ ചീക്കൊന്നൂറാണ്. ഇത് പൈനാപ്പിൾ കൊന്നൂറ്. ഇവൻ വന്നത് 6. ഇത് യെല്ലോ ഷെയ്ഡഡ് കൊന്നൂസാണ്. ഇവർ വന്നത് 7,000 വരും. ഇത് ഫിഞ്ചസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ബംഗാളി ഫിഞ്ച് എന്ന് പറയും. വൈറ്റ് മൈസാണിത്. മൈസ് വെറൈറ്റി തന്നെ. വൈറ്റാണ്. വൈറ്റ് റെഡ് ഐ. ഇതൊരു ഫാൻറ്റെയിൽ പ്രാവിൻ്റെ വെറൈറ്റിയിൽ ഫാൻറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാണ് ഇവർ. ഓസ്ട്രേലിയൻ ചോക്ലേറ്റ് ആറഞ്ച് ആ ടൈപ്പ് ഒരു വെറൈറ്റിയാണ് ഇത്. ഒരു കറക്റ്റ് പെയറാണ്. ഈ ജെൻഡേ കുന്നൂറിൻ്റെ ഒരു 8 month ആയ അഡൽട്ട് ഫീമെയിലും മെയിലുമാണ്. പെയറാണ് ഇവർ വൈറ്റ് ഫിഞ്ചാണ്. ഇവർ 500 വരും പെയർ. ഒരു സീബ്ര ഫിഞ്ചസ് വെറൈറ്റീസ്. ഇവർക്ക് ഒരു 450 ആ റേഞ്ചാണ് വരുന്നത്. I've been high. I've been high. Lately I've been ഇതിനെ ഇറക്കി വെക്കാൻ ആരും ഇല്ലണോ? വെച്ചുകൊണ്ട് പോയാലും ഓക്കെ. ഇതാണ് ഇഗ്വാന. ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ വീട്ടിൽ കയറ്റില്ല എന്നാ പറഞ്ഞേക്കണം. ഇതുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതിനെ മേടിക്കണം. അത് നന്നായിട്ട് സൈസ് ഔട്ട് ചെയ്തിട്ട് ഉണ്ടാവും. പുറത്തേക്ക് കയറാനുള്ള ഇതാണ്. എടാ അതിന് വാലൊക്കെ ഒന്ന് ആ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് അരോണയുടെ ഒരു വെറൈറ്റിയാണ്. സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള 1.25 ലക്ഷം ആ റേഞ്ച് വരും. ഇതിനെ പൊരിച്ച് തന്നാലോ നമുക്ക്? ഇത് ഏഞ്ചൽസ് വെയിൽ ടൈൽ വെറൈറ്റി ആണ്. ഒരു 2,000 വരും പെയർ. ഇവർ ആൽബിനോ സെനഗൽ ബിച്ചേഴ്സാണ്. ഇവർ നമ്മൾ അത്യാവശ്യം ഒരു 1.5 feet ആ റേഞ്ചൊക്കെ വെക്കും. ഇത് വെയിൽ ടൈൽ ഓസ്കറാണ്. വെയിൽ ടൈൽ ടൈഗർ ഓസ്കേഴ്സാണ്. ഇവർ 650 വരും റേഞ്ച്. ഇത് ഡിസ്കസ് വെറൈറ്റി പെട്ടാണ്. ഇത് 2,500 പീസിന് വരുന്നുണ്ട്. ഇത് ഓസ്കേഴ്സ് അഡൽട്ട് സൈസാണ്. പിന്നെ ഒപ്പം കിടക്കുന്ന ജെയിൻ ഗൗരയാണ്. ജെയിൻ ഗൗര 1,500 വരും പീസ്. ഓസ്കേഴ്സ് 3,500 പെയർ വരും.
ഒരു റഫ്ലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഡിസ്കസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇവർ 2500 വരും പെയർ. ഫെദർ ഫിഷാണ്. ഇവർ അത്യാവശ്യം വലുതാവുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഇത് അഡൽട്ട് ഫീമെയില് ഡോൾ ഫേസ് ആണ്. ഇതിനൊരു തവണ ലിറ്റർ ആയതാണ് ഓൾറെഡി. ഒരു 16,000 പ്രൈസ് തന്നെയുണ്ട്. ഇത് ഫീമെയിൽ കിറ്റണാണ്. ഇതൊരു 13,000 തന്നെയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആകെ നടന്ന് തളർന്ന അവശതയായി. നമ്മൾ ഷോപ്പൊക്കെ എല്ലാവർക്കും മൊത്തം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം കുടിച്ചിട്ടാവാം ബാക്കി സംസാരം. ഇതിൽ മീനുണ്ടായ ഇപ്പം മീൻ പിഴുങ്ങി ചത്തേനെ. ആസ്മക്ക് നല്ല ഇതായിരുന്നു. Was it the voice? Was it the fire burning in me? All of the noise turned into choirs of harmony. Left me with the pieces of forever that you broke. But since you left me alone, I've been high. ഇത് ഹാംസ്റ്ററാണ്. ഇവൻ വലിയ കുഴപ്പമില്ല, നല്ല ആക്റ്റീവായിട്ടുള്ള ഇതാണ്. ചിലവന്മാർ കടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവൻ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ പെറ്റ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കണും കൂടിയും ഒന്ന് അമർത്തിയേക്കാം. പിന്നെ ആർക്കെങ്കിലും പെറ്റ്സിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പെറ്റ്സ് ഫാക്ടറിയിൽ വരാം. അപ്പോൾ ഞാൻ പെറ്റ്സ് ഫാക്ടറിയുടെ കൂടുതൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും സ്റ്റേ ട്യൂൺ.